ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഉണ്ടാക്കാൻ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി 2 സവോള അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്ര ഐറ്റംസ് കൂടി ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് രണ്ടായിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ച സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. സവോള ഒരുപാട് അങ്ങ് കളറ് മാറി വഴറ്റി പോവേണ്ടതില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി മസാല പുരട്ടി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുത്ത ശേഷം ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സവോളയും കളറ് മാറി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് നോക്കി കുറവ് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ആർഭാടങ്ങളില്ലാത്ത വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇതും കൂട്ടി ചോറുണ്ണാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.